2025 മാർച്ച് 25 നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഗുജറാത്ത് ടൈറ്റൻസും പഞ്ചാബ് കിങ്സും ഏറ്റുമുട്ടുന്നു. ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് ശ്രേയസ് അയ്യരുടെ ബാറ്റിംഗ് കരുത്തിൽ കൂറ്റൻ സ്കോറിലേക്ക് കുതിക്കുകയാണ്. ഇന്നിംഗ്സിലെ അവസാന ഓവർ. ഈ സമയം 97 റൺസുമായി പഞ്ചാബ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ക്രീസിലുണ്ട്. സ്ട്രൈക്കിംഗ് എൻഡിൽ ശശാങ്ക് സിംഗ്. മുഹമ്മദ് സിറാജ് എറിഞ്ഞ 20-ാം ഓവറിലെ ആദ്യ പന്ത് 4 അടിച്ചാണ് ശശാങ്ക് വരവേറ്റത്. രണ്ടാം പന്തിൽ ഡീപ് മിഡ് വിക്കറ്റിലേക്ക് കളിച്ച താരം സ്ട്രൈക്ക് ശ്രേയസിന് കൈമാറാൻ ശ്രമിച്ചു. എന്നാൽ ഡബിൾ നേടാനുള്ള അവസരമുള്ളതിനാൽ രണ്ടാം റൺസ് കംപ്ലീറ്റ് ചെയ്യാനായിരുന്നു പഞ്ചാബ് നായകന്റെ തീരുമാനം. മികച്ച ടച്ചിലായിരുന്ന ശശാങ്കിനോട് സിംഗിളിന് ശ്രമിക്കാതെ വലിയ ഷോട്ടിന് കളിക്കാനാണ് ഈ സമയം ശ്രേയസ് ആവശ്യപ്പെട്ടത്. പിന്നീടുള്ള 4 പന്തിൽ 4 ഫോറുകൾ. പഞ്ചാബ് സ്കോർ 243ലേക്ക്. ശശാങ്ക് തകർത്തടിക്കുമ്പോഴും മറുഭാഗത്ത് ആവേശത്തോടെ പിന്തുണ നൽകുന്ന ശ്രേയസിന്റെ ദൃശ്യങ്ങൾ പോയ സീസൺ IPLലെ മനോഹര കാഴ്ചകളിലൊന്നായിരുന്നു. വ്യക്തിഗത നേട്ടമല്ല, ടീമാണ് പ്രധാനമെന്നുള്ള കൃത്യമായ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു ശ്രേയസ് ടീം അംഗങ്ങൾക്ക് പകർന്നു നൽകിയത്. IPLലെ തന്റെ കന്നി സെഞ്ചുറിയായിരുന്നു പഞ്ചാബ് ക്യാപ്റ്റൻ അന്ന് ത്യജിച്ചത്. ഇന്നലെ എക്കാന സ്റ്റേഡിയത്തിലും സമാനമായിരുന്നു കാര്യങ്ങൾ. മൊഹസിൻ ഖാൻ ലക്നൌവിനായി 18-ാം ഓവർ എറിയാനെത്തുമ്പോൾ പഞ്ചാബിന് വിജയത്തിനായി വേണ്ടത് 18 പന്തിൽ 10 റൺസ് മാത്രം. ക്രീസിൽ 94 റൺസുമായി ശ്രേയസും 3 റൺസുമായി സുര്യാൻഷ് ഷഡ്ജയും. നേരിട്ട ആദ്യ പന്തിൽ ഷഡ്ജയുടെ ബാറ്റിൽ നിന്നും പിറന്നത് 4. സിംഗിളിന് ശ്രമിക്കവേ പന്ത് എഡ്ജായി അതിർത്തി വരെ കടന്നതിന്റെ നിരാശ യുവ ബാറ്ററുടെ മുഖത്തപ്പോൾ തെളിഞ്ഞു കാണാമായിരുന്നു. വിജയലക്ഷ്യം 6ലേക്ക് ചുരുങ്ങി. ശ്രേയസിന് മറ്റൊരു സെഞ്ചുറി നഷ്ടമാകുകയാണോ എന്ന് തോന്നിപ്പിച്ച നിമിഷം. എന്നാൽ രണ്ടാം പന്തിൽ സിംഗിൾ എടുത്ത് ഷഡ്ജി സ്ട്രൈക്ക് ശ്രേയസിന് കൈമാറി. മൊഹസിൻ ഖാന്റെ തൊട്ടടുത്ത ഔട്ട്സൈഡ് ഓഫ് ഡെലിവറിയിൽ റൺസ് നേടാൻ പഞ്ചാബ് ക്യാപ്റ്റൻ ആയില്ല. ആകാംക്ഷയുടെ മുൾമുനയിൽ എക്കാന സ്റ്റേഡിയം. ഒരു 6 അകലെ സെഞ്ചുറി. 4-ാം ബോളിൽ മിഡ് വിക്കറ്റിലൂടെ വലിയ ഷോട്ടിന് ശ്രമിച്ചെങ്കിലും ശ്രേയസിന് ലഭിച്ചത് സിംഗിൾ മാത്രം. വിജയലക്ഷ്യം തൊട്ടരികിലെത്തി. തന്റെ സെഞ്ചുറിക്കായി കളി സ്ലോ ചെയ്യേണ്ടെന്നും ഫിനിഷ് ചെയ്യൂ എന്നും ഈ സമയം പഞ്ചാബ് നായകൻ ഷഡ്ജിയോട് ആവശ്യപ്പെടുന്നത് ഈ സമയം വലിയ സ്ക്രീനിൽ തെളിഞ്ഞു. എന്നാൽ 5-ാം പന്തിൽ 23-കാരൻ മറ്റൊരു സിംഗിളിന് മാത്രമാണ് ശ്രമിച്ചത്. 18-ാം ഓവറിലെ അവസാന പന്ത്. പഞ്ചാബിന്റെ വിജയത്തിന് വേണ്ടത് 3 റൺസ്. സെഞ്ചുറിയിലേക്കുള്ള ദൂരം 5 റൺസ്. മൊഹസിൻ ഖാന്റെ ലെങ്ത് ബോളിനെ വൈറ്റ് ലോങ് ഓണിലൂടെ ക്ലീൻ ഹിറ്റ്, സിക്സർ. തുടർച്ചയായ 6 തോൽവിക്ക് ശേഷം പഞ്ചാബിന്റെ വിജയം. ശ്രേയസ് അയ്യരുടെ കന്നി IPL സെഞ്ചുറി. ഹെൽമറ്റ് ഊരി പതിവില്ലാത്ത വിധം അഗ്രസീവായാണ് ശ്രേയസ് ആഘോഷിച്ചത്. ഡഗ്ഔട്ടിൽ നിന്നും എക്കാന സ്റ്റേഡിയത്തിൽ നിന്നും നിർത്താത്ത കരഘോഷങ്ങൾ. ഒരു പതിറ്റാണ്ടിലേറെ നീണ്ടു നിൽക്കുന്ന IPL കരിയറിനിടെ 3 തവണയാണ് ശ്രേയസിന് 90-ൽ നിൽക്കെ പോരാട്ടം അവസാനിപ്പിക്കേണ്ടി വന്നത്. 2016-ൽ ഡൽഹിക്ക് വേണ്ടി കളിക്കുമ്പോൾ ഔട്ടായി മടങ്ങിയത് ശതകത്തിന് 4 റൺസ് അകലെ. 2 വർഷത്തിനിപ്പുറം KKRനെതിരെ 93-ൽ പുറത്തായി. അന്നും നിർഭാഗ്യം അയാളെ വേട്ടയാടി. കഴിഞ്ഞ സീസണിലാകട്ടെ സെഞ്ചുറിയുടെ തിളക്കമുള്ള 97 നോട്ടൌട്ട്. ലക്നൌവിനെതിരെ ഇന്നലെ നേടിയ ആ അവിസ്മരണീയ സെഞ്ചുറി നിശ്ചയദാർഢ്യത്തിന്റെ അടയാളപ്പെടുത്തലായിരുന്നു. ഒരു വേള ഈസിയായി പ്ലേ ഓഫിൽ എത്തുമെന്ന് പ്രതീക്ഷിച്ച പഞ്ചാബിനി കാത്തിരിപ്പിന്റെ മണിക്കൂറുകളാണ്. നിലവിൽ 14 മത്സരങ്ങളിൽ 15 പോയിന്റും പ്ലസ് 0.3009 നെറ്റ് റൺ റേറ്റുമാണ് പോണ്ടിങ്ങിന്റെ സംഘത്തിനുള്ളത്. മുംബൈക്കെതിരെ രാജസ്ഥാൻ വിജയിച്ചാൽ മറ്റൊരു സീസണിൽ കൂടി തല താഴ്ത്തി മടങ്ങാം. ഇത്തവണ പഞ്ചാബ് തിരിച്ചടിയുടെ പ്രധാന കാരണമായത് പലപ്പോഴും ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. ടോപ്പ് വിക്കറ്റ് ടേക്കർക്കുള്ള പർപ്പിൾ ക്യാപ് റേസിൽ ആദ്യ 10-ൽ പോലും ഒരു പഞ്ചാബ് കിങ്സ് താരമില്ല. ഇന്ത്യയുടെ T20 സ്പെഷ്യലിസ്റ്റ് പേസർ അർഷ്ദീപ് സിംഗ് ഈ സീസണിൽ ഇതുവരെ വീഴ്ത്തിയത് 14 വിക്കറ്റുകൾ മാത്രം. ടേബിളിൽ 16-ാം സ്ഥാനത്ത്. ഇക്കോണമി 10-ന് മുകളിൽ. ഓവർസീസ് പേസർമാരായ മാർക്കോ യാൻസണും സാവിയർ ബാർട്ട്ലെറ്റും ഒന്നും പ്രതീക്ഷയ്ക്ക് തുയർന്നില്ല. അവസാന ലാപ്പിൽ മികച്ചു നിന്നെങ്കിലും UC ചഹലും സ്ഥിരതയോടെ പന്തെറിയാതിരുന്നതും തിരിച്ചടിയായി. ഫീൽഡിംഗിലെ മിസ്റ്റേക്കുകളും സീസണിലുടനീളം ടീമിന്റെ കോൺഫിഡൻസ് ചോർത്തുന്നതായി. IPLന്റെ ചരിത്രത്തിൽ പഞ്ചാബ് കിങ്സിനെ നെഞ്ചിലേറ്റിയ ഒരു ആരാധകന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത് പ്രതീക്ഷകളുടെയും നിരാശകളുടെയും വലിയ കടലാണ്. ഓരോ സീസൺ തുടങ്ങുമ്പോഴും ഇത്തവണ നമ്മൾ കപ്പടിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെയാണ് അവർ എത്തുന്നത്. പക്ഷേ അവസാനം പലപ്പോഴും ബാക്കിയാവുക ചില നല്ല നിമിഷങ്ങളും അടുത്ത വർഷത്തേക്കുള്ള കാത്തിരിപ്പും മാത്രം. ആ ചെങ്കുപ്പായത്തിൽ അവർ വീണ്ടും കളിക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ പഴയതിലും ഉച്ചത്തിൽ ആരാധകർ വിളിച്ചു പറയും, നമ്മുടെ പഞ്ചാബ്.
ആ പ്രതീക്ഷയാണ് ആ ആരാധക കൂട്ടത്തെ ജീവനോടെ നിലനിർത്തുന്നത്, അവരുടെ കരുത്ത്.